യെസ് കം ഇൻ. സൗകര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ഫോണിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതോടനെ പറയാം. താങ്ക് യു. ആ, എന്റെ ബ്രദർ ബഹളം ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. അവൻ കുറച്ച് കുടിച്ചിരുന്നു, അതുകൊണ്ടാണ്. സ്വഭാവം വളരെ കഷ്ടമാണല്ലോ. എന്ത് ചെയ്യാം, തൊണ്ടയിൽ വ്രണം വന്നാൽ സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ. അല്ല, ഈ വിഷു നല്ല ഭംഗിയായിരിക്കുന്നല്ലോ. ഇത് ഫോറിനാണോ? ചൈനയിൽ നിന്നും വരുത്തിയതാണ്. അയ്യോ വേണ്ട, ഞാൻ എന്റെ ഭംഗിയായിട്ട് ചോദിച്ചു പോയതാണ്. നമ്മുടെ കൈവശം വേറെയുണ്ട്. എടുത്തോ, ഇതെന്റെ പ്രസന്റേഷൻ. ഞാൻ കാരണം ജോലി മുടക്കണ്ട. ഈ പെണ്ണുമ്പുള്ള എവിടെ വ മാഡം കൊച്ചാൻ പെറൂക്കാർ നല്ലൊരു സ്ത്രീയാണ്. നമ്മുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങോട്ട് വന്നത്. പക്ഷേ സാറിന്റെ അനിയൻ അവരെയും വെറുപ്പിച്ചില്ല. ശരിയാണ്, മദ്യവും പെണ്ണും ഉണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാൻ മടിക്കുന്നവനല്ല. ശേഖരനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. പ്രേതമെന്നൊന്നില്ല, അത് തെളിയിക്കാനല്ലേ ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഒരമ്മയുടെ അപേക്ഷയാണെന്ന് കരുതും. തമ്പുരാട്ടിയുടെ സന്മനസ്സിന് നന്ദി. പക്ഷേ എന്ത് സാഹചര്യം ഉണ്ടായാലും എന്റെ യജമാനന്റെ മരണത്തിന്റെ പിറകിലുള്ള രഹസ്യം കണ്ടുപിടിക്കാതെ ഞങ്ങൾ അവിടുന്ന് താമസം മാറ്റില്ല. തമ്പുരാട്ടി, അത് ഞങ്ങളുടെ കടമയാണ്, ധർമ്മമാണ്. തമ്പുരാട്ടിയും കൂടി ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും എന്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ലോകത്തെ തുറക്കാത്ത വാതിലൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് നിബന്ധന അല്ലയോ? കഥ കാണോ എന്നായാലും തുറന്നേ പറ്റും. അകത്തുള്ള രഹസ്യം അറിയണ്ടേ? അത് രഹസ്യങ്ങളൊന്നും ഇല്ലല്ലേ. പിന്നെ പേടിക്കുന്നതിനെ തുറക്കുന്നത് പോലെ താഴെ കേട് വരാതെ കൂട്ടാൻ എനിക്കറിയാം. ഓഹോ, അപ്പൊ വരുന്നവനെ പോകുന്നതിന് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാവുന്ന സാധനമാണ് വാതിലേക്ക്. പിന്നെ പൂട്ടിന്റെ ആവശ്യം തോന്നാ സാധനം വെളി വെച്ചാൽ പോരായോ? നിങ്ങൾ തമ്മിൽ കണ്ടുപോയാൽ കടിപിടിയാണല്ലോ. അല്ല, ഞാനുമില്ലാത്ത സമയത്ത് ഒരു വലിയ ഒരു കിടിപിടി വെച്ചോണ്ട് ഈ താഴെ വഴക്ക് വേണ്ട. ഇതാ താക്കോല്, തുറന്നോളൂ. ആ വേണ്ട കുഞ്ഞെ, അകത്തുള്ളത് തുറന്ന് കാണിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എങ്ങനെ 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 അകത്തുള്ളതേ തുറന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കാണേണ്ടത്. അതേ കറക്റ്റ്. ആട്ടെ, നിങ്ങളുടെ സാറെവിടെ? എന്താ ഇത്ര വലിയ പരിശോധന? അല്ല, ഈ തിരുമേനി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഇതിന്റെ പിറകിൽ എന്തോ വലിയ കൃത്രിമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രേതമെല്ലാം തെളിയിക്കുകയും വേണം. രണ്ടും ഫലത്തിലൊന്നുമല്ല. ഇതിന്റെ അളവെന്നെടുക്കും. ഇത്രയും പൊക്കമുള്ള ഈ പ്രതിമ കൊട്ടാരത്തിന്റെ വാതിൽ മുട്ടാതെ പുറത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അതിന് ഈ പ്രതിമയുടെയും ഈ വാതിലിന്റെയും അളവൊന്ന് കണ്ടുപിടിക്കണം. സിന്ധു, വെട്ടിപ്പൊളിച്ചിട്ട് മുടിയൊന്ന് കാണണം. അതിനെന്താ, വരണം. ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. തിരുമേനി തിരുമേനി ഇന്ന് മുതൽ ഞങ്ങൾ അളിയന്മാരാണ്. ആ കൈയോടെ കൂടെ ഇവിടെയൊക്കെ കിളച്ചിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ചൊരപ്പനും പെരിച്ചാഴിയൊക്കെ ഒരുപാടുണ്ട്. 1/2 ഇഞ്ച് ഖനമുണ്ട്. ജന്തുക്കളല്ല ഇത് ചെയ്തിരിക്കുന്നത്. ആരോ മനുഷ്യതിനകത്ത് കയറി കട്ടപ്പാറ പോലുള്ള എന്തോ ഉപകരണങ്ങൾ കൊണ്ട് ഇവിടെ കുത്തിക്കളച്ചതായിരിക്കും. സിന്ധുവിന് ഈ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പേടിയില്ലേ? എങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുമോ? ഒരു ലോക്കറ്റ്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ?
സിന്ധു, ഈ ലോക്കറ്റും ആ ചിത്രത്തിൽ കാണുന്ന ലോക്കറ്റും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ അതേ ലോക്കറ്റ് തന്നെയാണ് ഈ ലോക്കറ്റ്. സിന്ധു, എന്റെ കേസന്വേഷണത്തിന്റെ ആദ്യത്തെ തെളിവാണ് ഇത്. നീയാണ് എനിക്ക് എടുത്തു തന്നത്. ഐ ആം വെരി വെരി താങ്ക്ഫുൾ ടു യു. എന്താ ഞാൻ സന്തോഷത്തിൽ എന്നെ തന്നെ മറന്നുപോയി. ഐ എം വെരി സോറി. ഐ എം വെരി സോറി. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, മനസ്സിലായോ? ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു മിസ്റ്റർ ശേഖർ. താങ്ക് യു. ഹലോ മൈ ഡാർലിംഗ് ജൂലി, നിന്റെ മുറിയിലേക്ക് പോകാം. കമാൺ. കുടിച്ചു കഴിഞ്ഞപ്പോ ശേഖർ എല്ലാം തുറന്നു പറഞ്ഞു. അവന്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ, അവന്റെ സഹോദരന്റെ പ്രവർത്തനങ്ങളെ തകർക്കുക, സ്വന്തം കൈകൊണ്ടവനെ കൊല്ലുക. അന്വേഷണത്തിനിടയിൽ രാജേന്ദ്രന് കൊട്ടാരത്തിൽ നിന്ന് ഒരു ലോക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ലോക്കറ്റ്? അതെ, ആ ലോക്കറ്റും കേസിന്റെ മറ്റ് രേഖകളും അവന്റെ മുറിയിൽ തട്ടി നമുക്ക് തരാൻ സമ്മതിച്ചിരിക്കുക. ഞാൻ ബോസിനെ കോണ്ടാക്ട് ചെയ്തേ. Hello, 00261, Pachang Saruska on the line. Pass on the line, speak on. ശേഖർ നമ്മുടെ കയ്യിലായി. അവനെ വിശ്വസിക്കാമോ? എന്നാണ് തോന്നുന്നത്. രാജേന്ദ്രന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് തരാമെന്ന് പറയുന്നു. ഗുഡ്. പക്ഷേ നല്ലതിൻവണ്ണം മാറ്റുരച്ചു നോക്കിയതിനു ശേഷം മാത്രമേ അവനെ പൂർണ്ണമായി വിശ്വസിക്കാവൂ. ബി കെയർഫുൾ ഇൻ ഓൾ യുവർ ഡീലിംഗ്സ്. യെസ് ബോസ്. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. പ്രസാദ്, രാജേന്ദ്രന്റെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തട്ടിക്കളഞ്ഞാലോ? പാടില്ല, അത് അപകടമാണ്. പക്ഷേ അവനെതിരായി ഒരു തുല്യശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം അവനെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. That's right, madam. പ്രസാദ്, Yes, madam. Okay, madam. ജയ് ചിഞ്ചു. ജയ് ചിഞ്ചോ. ചോളി, ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി. ശരി സർ. ആ റൂമിലേക്ക് കൊടുത്തേച്ചി. ഓക്കെ സർ. Sorry. Sorry.
പോലീസുകാരെ ഉപദ്രവിക്കേണ്ട. അവന്മാർക്ക് വേണ്ട ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമാൻ ഗുപ്ത.